മമ്മൂക്ക ഇനി വളർത്താൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? മമ്മൂക്ക വളർന്ന് പന്തലിച്ച് ഇനി അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്നിരിക്കുക. ഇന്ന് തമ്മിച്ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്തു നോക്കും ഓരോ സിനിമയും. ഈ അടുത്ത് വന്ന സിനിമ, ഞാൻ ഈ അടുത്ത സിനിമകളൊന്നും അദ്ദേഹത്തിന് കൂടി ഇല്ല, പക്ഷെ 5-6 പ്രാവശ്യം ഞാൻ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് എങ്ങനെ അഭിനയിക്കണം. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നിങ്ങളൊരു 10 പേര് ഒരിടത്തിരിക്കുകയാണ്, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം empty vessels makes noise എന്ന് പറയും. എന്താണെന്നറിയാവോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കുറെ ബഹളം വയ്ക്കും. അപ്പൊ എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നോക്കും. ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ, അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും മമ്മൂക്കയോടൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല. ഇത് വെറുതെ empty vessels makes noise, അത്രേ ഉള്ളൂ. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനാണ്. അപ്പം അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പം ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഇത് സാറിന് മാത്രമല്ല, ഈ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും കൂടി വരുന്നുണ്ട്. ഇപ്പം പുതിയ നടന്മാർക്ക് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഈ സിനിമാ മേഖലയിലെ പ്രശ്നം വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല, എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല. ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ. ഒരു കലാകാരനൊരു പൊതു സ്വത്താണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ കാണേണ്ടതാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഇപ്പം മമ്മൂട്ടിയുടെ പുറത്ത് അല്ലല്ലോ പലതുപോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ, അതൊരു സോഷ്യൽ മീഡിയയുടെ നേരത്തെ ജയം പറഞ്ഞ പോലെ ഒരു പണിയില്ലാത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ? അപ്പം ഈ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോ കുറെ നായ്ക്കൾ കുരയ്ക്കും. അത് കുരയ്ക്കട്ടെ, എന്നിട്ട് ചന്ദ്രനോട് ഉദിക്കാതെ പോവാണോ? അത് ഉദിച്ചു നിന്നോളും, ഞാൻ കുരച്ചോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഭാഗം കഴിക്കുമ്പോൾ കുര നിർത്തും. അത്രേ ഉള്ളൂ. നമ്മൾ ആ വില കൊടുത്താൽ മതിയായിരുന്നു, നായയുടെ വില കൊടുത്താൽ മതിയായിരുന്നു. ശരിക്കും പഴയ തലമുറയുടെ കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ മുതിർന്ന ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കളിക്കുന്ന കളികളാണ്. അതിൽ ഞാനൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ചെറുപ്പക്കാരായ നമ്മള് ഇതിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നമ്മളോട് എന്നോട് ചോദിച്ചിട്ടാണോ എന്നെ, ഇപ്പം ഞാൻ ഏത് ജാതിയിലാവട്ടെ, എന്നെ ആ ജാതിയിൽ ജനിപ്പിച്ചത് എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചു പോയി. അപ്പൊ അമ്മയുടെ ജാതി എന്താണോ അതാണ് എന്റെ ജാതി. അപ്പൊ ഇതിനകത്ത് നമുക്ക് അവകാശവാദം പറയാൻ വല്ല അർഹതയുണ്ടോ? വെറുതെ പറയുന്നതല്ലേ. അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് ആവശ്യം, നിലനിൽപ്പിന് ആവശ്യം ചില ജാതീയ വ്യവസ്ഥകളെ ഊതിപ്പെരിപ്പിക്കേണ്ടത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണ്. അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതിനെ അവര് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരമില്ലായ്മയായിട്ട് കണ്ടാണ്. ഇപ്പൊ തന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്ര വിവാദങ്ങൾ ഉണ്ടാവും, സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാവട്ടെ, തിയേറ്ററിൽ അത് ആളെ കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാനതിൽ പോസിറ്റീവായിട്ട് കാണുന്നുള്ളൂ. ഈ ഒരു വിമർശനം ഉണ്ടാകാൻ ആൾക്കാർക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ആൾക്കാർ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത് ഒന്നും ചെയ്യാതെ കിട്ടിയില്ലേ, ലോട്ടറി അടിച്ചിരിക്കുകയല്ലേ പ്രൊഡ്യൂസർക്ക്. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തന്നെ ദൈവം കൊടുത്ത ഒരു പ്രതിഫലമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നല്ല കാര്യമാണ്, നല്ലതാ, സ്നേഹമാണ്, നന്ദിയോടെ പറയണം. പിന്നെ അതൊന്നും പ്യൂർ പൊളിറ്റീഷ്യൻസ് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇപ്പം തമ്പിച്ചേട്ടൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു ഭാരവാഹിയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ അടുത്തിരിക്കരുതെന്നോ, ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മേഖലയിൽ പോകുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങൾ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ നമുക്ക് പൊളിറ്റിക്സിന് ആശയപരമായിട്ടാണ് നമ്മൾ വേർതിരിഞ്ഞ് നിൽക്കുന്നത്, വ്യക്തികളോടല്ലല്ലോ, ആശയപരമായിട്ടാണ്. പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർ വ്യക്തികളിലോട്ടാണ്, വ്യക്തിയധിഷ്ഠിതമായിട്ട് പരാമർശത്തിലോട്ട് പോകുന്നതാണ്. അത് കുറച്ചു കാലത്തെ ലോകപരിചയം വരുമ്പോൾ അത് മാറിപ്പോകും. കാരണം ഇത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എതിർക്കുന്നുണ്ട് പലതിനെയും, പല പൊളിറ്റീഷ്യൻസിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ വസ്ത്രത്തിനോ അവർ കഴിക്കുന്ന ഭക്ഷണത്തിനോ അല്ല, അവരുടെ ചെയ്തികൾ വെച്ചിട്ടാണ്. അപ്പൊ അതിലോട്ട് തിരിയും. ഇത് നമുക്ക് സിനിമക്ക്, എനിക്ക് തോന്നുന്നത് ഇത് ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്, നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിനിമയ്ക്ക് പൈസ മുടക്കി, ഒരു എത്രയോ കോടി രൂപ മുടക്കി ഒരു ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചേർന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു സിനിമ അയാൾ വളരെ സ്നേഹിച്ചാണ്. ഒരു പ്രൊഡ്യൂസർ, സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. ഒരു മറ്റേത് ബിസിനസ് ആയാലും, നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും ആ ബിസിനസ് ഇനി പൊട്ടിപ്പോയാലോ പൂട്ടിപ്പോയാലോ കുറച്ച് ഫർണിച്ചർ എങ്കിലും അവിടെ ബാക്കിയാണ്. ഈ സിനിമയിലാണ് ഒരു സാധനം പോലും ബാക്കി ഉണ്ടാവാത്തത്. ചിലപ്പോൾ അല്പം വല്ല കോസ്റ്റ്യൂമോ എല്ലാം ബാക്കി ഉണ്ടായിരുന്നു, മറ്റൊരു തുണിയുടെ ബാക്കി.
അല്ലാതെ ഒരു സാധനം പോലും പണ്ട് ഫിലിം പെട്ടിയെങ്കിലും ഉണ്ടായി, ഇപ്പൊ ഫിലിം പെട്ടി പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയെ ഇഷ്ടപ്പെട്ട് ആ സിനിമയെ സ്നേഹിച്ച് കലയെ സ്നേഹിച്ച് വരുന്ന ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മാത്രമല്ല, ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കൊണ്ട് എത്രയോ ആൾക്കാരാണ് ജീവിക്കുന്നത്. നടീനടന്മാരായാലും മറ്റു ടെക്നീഷ്യൻസ് ആയാലും എന്തിന് എത്രയോ തിയേറ്ററിനകത്ത് കാറ് പാർക്ക് ചെയ്യുമ്പോൾ അതിന് ഫീസ് വാങ്ങിക്കുന്ന ആള് പോലും സിനിമ കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പൊ എത്രയോ പേരുടെ ഒരു ജീവിത മാർഗമാണിത്. അപ്പൊ അതിനെ അനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടി, നമ്മൾ ഒരു ആളാകാൻ വേണ്ടി ഒരു സിനിമയെ വെറുതെ ഈ നിരൂപണം ചെയ്ത് നശിപ്പിക്കരുത്. അത് ഇപ്പൊ നിയമപരമായിട്ട് പോലും കോടതി വരെ ഇടപെട്ടിട്ടുണ്ടായാലും ഈ ഇടയ്ക്ക് ബോംബെയിലെ മറ്റാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആ സിനിമയുടെ റിവ്യൂ വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ അന്ന് റിലീസ് ചെയ്തില്ല. ആ റിലീസ് മാറിപ്പോയി, റിവ്യൂ കയറിപ്പോയി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ കണ്ടിട്ടോ ട്രെയിലർ കണ്ടിട്ടോ വെച്ച് റിവ്യൂ തട്ടിവിടും. പക്ഷെ സിനിമ നിർഭാഗ്യവശാൽ അന്ന് റിലീസ് ചെയ്തില്ല, പിറ്റേ ദിവസമാണ് റിലീസ് ചെയ്തത്. അപ്പൊ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് റിവ്യൂ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ പലരും റിവ്യൂ ഇടുന്നത്. തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് റിവ്യൂ ഓൺലൈനിൽ കയറി കഴിയും. ആ രാത്രി ഇടുന്നുള്ളതാണ് ഒരു റിവ്യൂ മത്സരമാണ് നടക്കുന്നത്.